ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് എനിക്ക് ഓഫ് ഡേ ആണ്. അപ്പോൾ ഞാൻ ഓർത്ത് വിക്ടോറിയ മാർക്കറ്റിൽ പോവാം, ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെയും കാണിച്ചു തരാം. വിക്ടോറിയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മെൽബണിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും, പൂക്കൾ തുടങ്ങി ഡ്രസ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്, അങ്ങനെ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. അതും അത്യാവശ്യം റേറ്റ്, പുറത്തെ ഷോപ്പിൽ നിന്ന് അപേക്ഷിച്ച് നമുക്ക് റേറ്റ് കുറച്ച് നല്ല ക്വാളിറ്റി സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന്, ആക്ച്വലി എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. എല്ലാം ഫുൾ നടന്ന് കാണാൻ തന്നെ ഏകദേശം ഒരു ദിവസം ഫുൾ വേണം. അപ്പം ആരെങ്കിലും മെൽബൺ ഓസ്ട്രേലിയയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ വിക്ടോറിയ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് ജസ്റ്റ് ഞാനൊന്ന് എനിക്ക് പറ്റുന്ന പോലെ ഒന്ന് ഓടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു പെയിൻറ്റിങ്സിൻ്റെ ഷോപ്പാണ്. പലതരത്തിലുള്ള പെയിൻറ്റിങ്സ് അവിടെ കണ്ടു, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് നോക്കിയേ, ഇവിടെ ഇങ്ങനത്തെ ഷൂസ് ഭയങ്കര വിൻ്ററിൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഷൂ ആണ്. ഇതിൻ്റെ ഒറിജിനൽ ബ്രാൻഡുണ്ട്, ഇതെൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ്. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല റേറ്റിലൊക്കെ കിട്ടും ഇവിടെ സാധനങ്ങൾ. ഇവിടെ പെറ്റ് ഫ്രണ്ട്ലി ആണ്, നമുക്ക് പെറ്റ്സിനെയും കൊണ്ടുവരാം ഇവിടെ. നോക്കിയേ, എന്ത് വലിയ വലിയ ക്ലോക്കുകളൊക്കെയാണ്. ഞങ്ങൾ ആക്ച്വലി വീടൊക്കെ വാങ്ങുന്ന സമയത്ത് ഇങ്ങനത്തെ ക്ലോക്കൊക്കെ തപ്പി കുറേ നടന്നിരുന്നു നാട്ടിൽ. പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. വാച്ചസിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. ഇപ്പം നമ്മൾ നാട്ടിലേക്കൊക്കെ ഗിഫ്റ്റ് മേടിക്കാൻ ആക്ച്വലി പറ്റിയ സ്ഥലമാണ് വിക്ടോറിയ മാർക്കറ്റ്. ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ അത്യാവശ്യം നമ്മുടെ അഫോർഡബിൾ റേറ്റിന് കിട്ടും. ഒരുപാട് ചീപ്പാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിന് നമുക്ക് കിട്ടും. ഷൂസിൻ്റെ ഷോപ്പ്, ആക്ച്വലി എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. നമ്മളിങ്ങനെ നടന്ന് ഒരു ദിവസം ഫുൾ ആക്ച്വലി ഇവിടെ സ്പെൻഡ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ളത് നോക്കിയെടുക്കാം. ക്ലിപ്സ്, മറ്റേ ബ്രേസ്ലെറ്റ്, അങ്ങനത്തെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. ടീഷർട്ട് 7 ഈച്ച് ഒക്കെ ഉള്ളൂ ഇതിനൊക്കെ. $9 ഈച്ച്, $3 for $25. ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഞാൻ തൊട്ട് നോക്കിയായിരുന്നു, എല്ലാം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. ഞാൻ ഇവിടെ നിന്ന് ഡ്രസ്സ് അങ്ങനെ മേടിച്ചിട്ടില്ല. ഞാൻ കൂടുതലും ഫ്രൂട്ട്സും മീറ്റും മേടിക്കാനാണ് വന്നിട്ടുള്ളത്, ഫിഷും ഒക്കെ. പക്ഷേ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല സാധനങ്ങൾ. അതേ സോവനിയേഴ്സ് ഇല്ലേ, നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റും അങ്ങനത്തെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ, ആക്ച്വലി ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നവർക്ക് അതിൻ്റെ ടൈപ്പ് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പെട്ടികളുടെ ഷോപ്പാണ് കേട്ടോ. നമ്മൾ പുറത്ത് പെട്ടി വാങ്ങുന്നതിനേക്കാളും ലാഭത്തിന് നമുക്ക് ഇവിടുന്ന് നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ആക്ച്വലി സിഡ്നിയിലായിരുന്നപ്പോൾ അവിടുത്തെ മാർക്കറ്റിൽ നിന്ന് ഇതുപോലൊരു പെട്ടി മേടിച്ചത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൽസ്, അതിൻ്റെ ആ ഓപ്പൽ സ്റ്റോണിൻ്റെ ലോക്കറ്റ്സ്, ഇയറിങ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇയറിങ്സ്, ബ്രേസ്ലെറ്റ്സ്, ഇതൊക്കെ സിൽവറിലുണ്ട് കേട്ടോ. സ്റ്റെർലിംഗ് സിൽവറും പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലും ഒക്കെ വരുന്ന ജ്വല്ലറീസാണ്. ഒരാൾ പടം വരച്ചുകൊണ്ടിരിക്കുക. പുള്ളി വരച്ചതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ പടങ്ങളും. കൊള്ളാമല്ലേ? ഒരു കട, സോക്സിന് മാത്രമായിട്ടൊരു കട. വിവിധ കളറുകളിൽ എന്തൊക്കെ ടൈപ്പ് സോക്സ്, എന്തൊക്കെ കളറിൽ പാറ്റേണിൽ സോക്സാന്നൊക്കെ.
ഇത് നമ്മുടെ ഫ്ലോറിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളാണ്. ഏതോ പശുവിൻ്റെയൊക്കെ തോലാന്ന് തോന്നുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ ഫ്രൂട്ട് സെക്ഷനിലെത്തി. ഇവിടെ കട്ട് ചെയ്ത് ഇങ്ങനെ ഫ്രൂട്ട്സ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്. അതല്ലാണ്ട് എല്ലാ ഫ്രൂട്ട്സും അവൈലബിൾ ആണ്. അതെ, എഗ്സിൻ്റെ ഒരു വലിയ ഷോപ്പുണ്ട്. ഒന്നല്ല, ഇനി കുറേ ഉണ്ട് എഗ്ഗിൻ്റെയൊക്കെ ഷോപ്പ്. ഫ്രൂട്ട്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ തന്നെ പല വെറൈറ്റി കാണാൻ പറ്റും. പിങ്ക് ഫ്ലഷ് ഓറഞ്ച്, ബ്ലഡ് ഓറഞ്ച്, അങ്ങനെ എന്തൊക്കെയോ ടൈപ്പ് ഓറഞ്ച്. ഞങ്ങളെല്ലാം ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ഇത് നോക്കിയേ, വേറെ സുമോ ഓറഞ്ചോ, ആപ്പിൾ തന്നെ. ആപ്പിളും ഇതുപോലെ കുറേ വെറൈറ്റി. അവക്കാഡോസ്, ടൊമാറ്റോയുടെ പല വെറൈറ്റി. പല പല ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലാത്ത, കഴിച്ചിട്ടില്ലാത്ത പല ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടും. ഇവിടെ നമ്മുടെ നാട്ടിലെ ചക്കയൊക്കെ ഇവിടെ കിട്ടാറുണ്ട്. ഇലകൾ തന്നെ പല പല വെറൈറ്റിയിൽ ഉണ്ട്. പിന്നെ നമ്മുടെ സാധാരണ വെജിറ്റബിൾസ്, ക്യാരറ്റ്, ക്യാബേജ്, എല്ലാ സാധനങ്ങളും. എനിക്ക് മുരിങ്ങയിലൊക്കെ ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അല്ലാണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നും കിട്ടുന്ന സാധനങ്ങളല്ലാതെ പാവയ്ക്ക, വെണ്ടയ്ക്ക, മുരിങ്ങയില, നമ്മുടെ നാട്ടിലെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാറുണ്ട്. ഇത് നേരത്തെ ഞാൻ അവിടെ പറഞ്ഞ ഓറഞ്ചില്ലേ, ഇതവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങനെ പല കളറിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ചിലതിൻ്റെ അകത്ത് ഇതുപോലത്തെ പിങ്ക് കളറാണ് അകത്ത്, കണ്ടോ. പിന്നെ ബ്ലഡ് ഓറഞ്ച് എന്ന് പറഞ്ഞത് അകത്ത് തുറന്നു കഴിഞ്ഞാൽ ഈ കളറിലായിരിക്കും. ഇതിങ്ങനെ ഒരു വലിയ സെക്ഷനാണ്, ഇഷ്ടം പോലെയാണ്. ഞാനിത് ഫുള്ള് നടക്കുന്നില്ല. കപ്പയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നാട്ടിലെ സാധനങ്ങൾ ഇവിടെ കിട്ടുമോ എന്ന് ഡൗട്ടുള്ളവർക്ക് കണ്ടോളൂ. ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാ വെജിറ്റബിളും കിട്ടും. പിന്നെ ഞാനധികം കണ്ടിട്ടില്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വെള്ളരിക്ക, പടവലങ്ങ, അതൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ. പക്ഷെ അതൊക്കെ ഇപ്പം ഇന്ത്യൻ സ്റ്റോറിൽ ഫ്രോസൺ ആയിട്ട് കിട്ടും. കാടമുട്ട, അല്ലാത്ത മുട്ട, താറാവ് മുട്ട, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഇതാണ് മീറ്റിൻ്റെയും ഫിഷിൻ്റെയും സെക്ഷൻ. സെപ്പറേറ്റ് തന്നെയാണ്. മറ്റത് പുറത്തും ഇതിൻ്റെ അകത്തേക്കാണ് ഇങ്ങനെ മീറ്റിൻ്റെ സെക്ഷൻ. കയറി വരുമ്പോൾ തന്നെ ഈ ഷ്നിറ്റ്സിൽ, അങ്ങനത്തെ പാറ്റീസ് പോലത്തെ സാധനങ്ങൾ, മാരിനേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുടെ ഒരു ഷോപ്പാണ്. പിന്നെ അങ്ങോട്ട് മീറ്റിൻ്റെ തന്നെ ഒരു വലിയ ഒരു കുറേ ഷോപ്പുകൾ മീറ്റിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ട്. പല രീതിയിൽ സ്റ്റേക്ക് പീസസും റിബ്സും അങ്ങനെ പല രീതിയിൽ കട്ട് ചെയ്തത്, മിൻസ്ഡ്, ഷ്രെഡഡ്, അങ്ങനെ പല ടൈപ്പ് സാധനങ്ങൾ നമുക്കിവിടെ കാണാം. പോർക്ക്, ബീഫ്, ലാമ്പ്, ഗോട്ട്, ചിക്കൻ, ഇതെല്ലാം ഇവിടെ കിട്ടും. ഈവൻ കാങ്കറു മീറ്റ് വരെ കിട്ടും. മാരിനേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ കുറേ ചിക്കൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ നോർമൽ കറിക്കട്ട, നമ്മുടെ ചിക്കൻ കറി വയ്ക്കാൻ പറ്റുന്നത് മാത്രമേ വാങ്ങാറുള്ളൂ. അത് കറിക്കട്ടെന്ന് പറഞ്ഞ് തന്നെ വാങ്ങാൻ കിട്ടും.
പിന്നെ സോസേജസ്, ബർഗർ പാറ്റീസ്. സോസേജസ് തന്നെ ഇതുപോലെ എല്ലാത്തിൻ്റെയും പോർക്ക്, ലാമ്പ്, ഗോട്ട്, കാങ്കറു കണ്ട എല്ലാത്തിൻ്റെയും അതിൻ്റെ തന്നെ പല വെറൈറ്റി ഓഫ് സോസേജസ് ഉണ്ട്. മീനിൻ്റെ സെക്ഷനിൽ വന്നാലും ഇഷ്ടം പോലെ സാധനങ്ങളാണ്. നമുക്ക് ആക്ച്വലി നാട്ടിലെ ഈ മീൻ ഏതാണ് ഇതിൻ്റെ പേര് വെച്ചിട്ട് എനിക്ക് സത്യമായിട്ട് അറിഞ്ഞൂടാ. എനിക്കറിയാം, ഞാൻ എപ്പോഴും വാങ്ങുന്ന ഗോൾഡൻ പോംഫ്രെറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ആവോലി, അല്ലെങ്കിൽ പിന്നെ ഇത് സാൽമൺ. ഇത് രണ്ടുമാണ് ഞങ്ങൾ കൂടുതലും വാങ്ങിക്കാറ്. ഒരിക്കൽ പെറാമുണ്ടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് കുറേ മീനുകളുടെ ഒരു വലിയ സെക്ഷനാണ് കേട്ടോ, ഇഷ്ടം പോലെ. ഇവിടുത്തെ ആളുകളുടെ ഒരു ഫേവററ്റാണ് ഈ സാൽമണും പിന്നെ ഓയിസ്റ്ററും. നമ്മുടെ മത്തിയുണ്ട് ക്ലീൻ ചെയ്തത്. ഓയിസ്റ്റർ ഇവിടെ എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടും. അവിടെ നിന്ന് തന്നെ എന്താണ് ലൈമൊക്കെ ഇട്ടിട്ട് ആളുകൾ കഴിക്കാറുണ്ട്. ക്രാബ്, പ്രോൺസിൻ്റെ തന്നെ പല വെറൈറ്റി. ഈ കല്ലുമ്മേക്കായ പോലത്തെ സാധനങ്ങൾ അത് അനങ്ങുന്നുണ്ട്. അത് ഫ്രഷ് ലൈവാണ്. ഇതാ ഞാൻ പറഞ്ഞ ഓയിസ്റ്റർ ബാർ. ഇവിടെ ഇങ്ങനെ പ്ലേറ്റിൽ കിട്ടാം, നമുക്ക് അപ്പം തന്നെ ലൈവായിട്ട് കഴിക്കാം. ഇവിടെ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ ബേക്കറിയുടെ ഒരു വലിയ സെക്ഷനുണ്ട്. ഇവിടെ ബേക്കറി മാത്രമല്ല, നമ്മുടെ അല്ലാത്ത ടൈപ്പ് സോസേജ് പോലത്തെ മീറ്റുകളും പിന്നെ ചീസിൻ്റെ കുറേ വെറൈറ്റീസ് ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഇത് ഏജ്ഡ് ആൻഡ് സ്മോക്ഡ് ബേക്കൺ സോസേജസ്, അങ്ങനത്തെ ഒരുപാട് ചീസ് വെറൈറ്റീസ്, അലപ്പിനോസ്, പിക്കിൾസ്, ഒലിവ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. ബ്രെഡിൻ്റെ തന്നെ പല വെറൈറ്റി. ഇത് ഫുൾ ചീസിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ. അവിടെ ചീസ് ടേസ്റ്റിങ്ങിനൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ബേക്കൺസ്, ഹാം, അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ ഒലിവ്സിൻ്റെ തന്നെ പല ടൈപ്പ് വെറൈറ്റി പിക്കിൾസ് ഉണ്ട്. ഇത് ഫുൾ അതാണ്. ഓക്കെ, ഇത് വൈൻസിൻ്റെ ഒരു ഷോപ്പാണ്. ആക്ച്വലി ഒരു ഡേ ഫുൾ കാണേണ്ടതുണ്ട് വിക്ടോറിയ മാർക്കറ്റ്. ഇതിവിടുത്തെ ഒരു ഫേമസ് ഹോട്ട് ചോക്ലേറ്റ് ഷോപ്പാണ് കേട്ടോ, മോർക്ക് എന്ന് പറഞ്ഞിട്ട്. ഇവരിങ്ങനെ മാർഷ്മെല്ലോ ഒക്കെ ഇങ്ങനെ സ്മോക്ക് ചെയ്തിട്ട് ഈ ഹോട്ട് ചോക്ലേറ്റിൻ്റെ കൂടെ കൊടുക്കും. നല്ല ടേസ്റ്റിയാണ്. ഇവരുടെ ഹോട്ട് ചോക്ലേറ്റ് എൻ്റെ ഫേവററ്റ് ആണ്. വീണ്ടും കുറേ പൂക്കളുടെ കട വന്നു, ഇഷ്ടം പോലെ. ഇവിടുത്തെ ആളുകൾക്ക് ഈ ബൊക്കെ, എല്ലാ ഫങ്ഷനും ഒക്കെ ബൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പുറത്തിറങ്ങിയപ്പോൾ ഈ പുള്ളിക്കാരത്തി ഇവിടെ ഇങ്ങനെ പാട്ടൊക്കെ പാടി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫുഡ് തപ്പി നടക്കുകയാണ് അടുത്തത്. പിന്നെയും കുറേ പ്ലാൻ ഷോപ്പും അങ്ങനത്തെ കുറേ സാധനങ്ങൾ കണ്ടു. ഇതൊക്കെ കുറച്ച് കത്തിയായിട്ട് തോന്നി. 3 പ്ലാൻസിന് $50. ഒരു പിൻട്രസ്റ്റ് ലുക്കുള്ളൊരു ഷോപ്പാണ്. ആക്സസറീസിൻ്റെ ഒക്കെ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ട് തോന്നി. അങ്ങനെ ഫുഡ് ട്രക്സിൻ്റെ സ്ഥലമെത്തി. ഇവിടെ മോമോസ്, എത്യോപ്യൻ ക്വിസൈൻ, പിന്നെ നമ്മുടെ എല്ലാ സാധനങ്ങളും, ഒരുവിധപ്പെട്ട എല്ലാ ക്വിസൈനും ഇവിടെ കിട്ടും. ഞാൻ ഇന്ത്യൻ കണ്ടില്ല. ഇവിടെ മുന്നേ ആണെങ്കിൽ വരുമ്പോൾ ഒരു ശ്രീലങ്കൻ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ കൊത്തു പൊറോട്ട ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. അത് ഇത്തവണ വന്നപ്പോൾ അത് കണ്ടില്ല. ബർഗേഴ്സും ചൈനീസ്, ഡോനട്ട്സ്, മറ്റേ ഇത് ക്രെപ്സ്, കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. എൻ്റെ അടുത്ത് തന്നെ ഞാൻ ഈ
സ്റ്റോൺസ് ഓപ്പൽസും വേറെ പിന്നെ ഇങ്ങനെ പ്രഷ്യസ് സ്റ്റോൺസിൻ്റെ ഒരു ഷോപ്പ് കണ്ടു കേട്ടോ. നോക്കി ഇതും നമ്മുടെ മുടിയിലിങ്ങനെ പല കളറിൽ നൂല് വെച്ചിട്ട് അവർ കെട്ടുന്നുണ്ട്. നല്ല രസമില്ലേ? എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ തോന്നിയായിരുന്നു. പിന്നെ ഇപ്പം മുടിയില്ലാത്തത് കൊണ്ട് പിന്നെ ആ പരിപാടിക്ക് നിന്നില്ല. അതിന് ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടത് ഒരു ക്യൂട്ട് ഒരു പിങ്ക് കാറിൽ ഒരു പട്ടിക്കുട്ടി. അതെല്ലാവരും ഇങ്ങനെ ഫോട്ടോയും വീഡിയോ എടുക്കുന്നുണ്ട്. അത് ഇരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ. 2 പേരുണ്ട് ആക്ച്വലി. ബാക്കിലൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ കറങ്ങി തിരിച്ച് വീട്ടിലെത്തി. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ ഉമ്മ.